മറ്റൊരു കലാശപ്പെടാൻ നെക്കിലും പൊളിക്കോസ് ചെയ്തതാണ് ഗൈസ്. അപ്പം ഞാനും ചോപ്പതാ നമ്മളെ ബീച്ച് സൈഡിൻ്റെ അവിടെ ഇപ്പം നിന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തത് പണി കടിച്ചോദിക്കുക. അപ്പം വീഡിയോയിലേക്ക് പോകാം. നമുക്ക് നമ്മളെ കരി കറി ചോപ്പേച്ച് കളിച്ചോ. ഓക്കെ ഫ്രാങ്കിൽ ഭായി ഞാൻ കളിച്ചോളാം. ഓക്കെ എന്തായാലും നമുക്ക് കരി കളിക്കാൻ ഡ്രസ്സും കാര്യമൊക്കെ മാറ്റാം. ഗൈസ് നമ്മളെ മൊബൈൽ കാര്യം വിളിക്കുന്നു നോക്കി നോക്കണം. എന്തായാലും മുഖ്യം മൈക്കിളാണ് ഗൈസ്. എന്തായാലും നമുക്കൊന്ന് എടുത്തു നോക്കാം. ഹലോ മൈക്കിൾ, എന്താ പ്രശ്നം? പെട്ടെന്ന് നിൻ്റെ വീട്ടിലേക്ക് പോവാ. എന്താടാ ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്നു, പെട്ടെന്ന് പോവാ. ഓക്കെ ഞാൻ വരാം. ഓക്കെ നമ്മളെ മൈക്കിൾ നമ്മളെ വിളിക്കുന്നുണ്ട് ഗൈസ്. ഓൻ നമ്മളെ വീട്ടിൽ നിന്ന് പറയുന്നത്. എന്തായാലും പോയേക്കാം. ചോപ്പി വേറെ നമുക്ക് പോവാ. എന്താ ഫ്ലാങ്കിൽ ഭായി അവിടെ കുറച്ച് നേരം കളിച്ചിട്ടേ. അല്ല നമ്മളെ മൈക്കിൾ വിളിച്ചിക്കാണ്. എനിക്ക് പെട്ടെന്ന് വന്ന മൈക്കിൾ മാമൻ്റെ ഈ സമയത്ത് വിളിക്കണേ അറിയില്ല. പെട്ടെന്ന് വാ. ഓക്കെ ഫ്ലാങ്കിൽ മാമ ഞാൻ വരാം. നമ്മൾ എന്നാലും നമ്മൾ മൈക്കിൾ എന്തിനേക്കാണ് നമ്മളെ വിളിച്ചിട്ടുണ്ടാവുക ഗൈസ്. എന്തായാലും നമുക്ക് നമ്മളെ വീട്ടിലേക്ക് നേരെ പോവുക ഗൈസ്. ഫ്രാങ്കിൽ ഭായിന് മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. എന്താടാ നമ്മളെ വീഡിയോ കാണുന്നത് പകുതി മുക്കാലും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോ കാണുന്നത്. ഓക്കെ ജോപ്പ് പറഞ്ഞാൽ ശരിയാണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ വീഡിയോ കാണുക. അപ്പം നേരെ നമുക്ക് നമ്മളെ വീട്ടിലേക്ക് പോവാം ഗൈസ്. നമ്മുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും നമുക്കിവിടെ ഇറങ്ങാം ഗൈസ്. നമ്മളെ മൈക്കിൾ ഉള്ളിലാണ് നിൽക്കണ തോന്നുന്നു. എന്തായാലും നമുക്ക് ഇറങ്ങിയ ചോപ്പ ഇറങ്ങടാ. ഓക്കെ ഫ്രാങ്കിൽ ഭായി ഇറങ്ങാം. ചോപ്പിനെ നമ്മളെ കൂട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നമ്മളെ മൈക്കിളിൻ്റെ അടുത്തേക്ക് പോയോ. ഗൈസ് എന്താ എടാ മൈക്കിളെ കിടക്കണേ. എടാ മൈക്കിളെ എനിക്കടാ. എടാ മൈക്കിളെ എടാ ചോപ്പെ പെട്ടെന്ന് ഓടി വാടാ. എടാ ചോപ്പെ ഫ്രാങ്കിൽ ഭായി ഉറങ്ങാനും സമ്മതിക്കൂല. എപ്പോൾ നോക്കിയാലും വിളിച്ചോണ്ടിരിക്കും. എന്തായാലും പോയോ ഓക്കെ ഇനി എന്തെങ്കിലും പേടിച്ചിട്ടുണ്ടാവും ഫ്രാങ്കിൽ ഭായി പ്രേതത്തിനെ കണ്ടാൽ പേടിച്ചുന്ന ഒരാളാണ്. പെട്ടെന്ന് എന്തായാലും പോയോ ഓക്കെ ഫ്രാങ്കിൽ ഭായി ഇതാ ഞാൻ വന്നു. ഫ്രാങ്കിൽ ഭായി എടാ പെട്ടെന്ന് ഓടോ. അതെ ഞാൻ വന്നു ഫ്രാങ്കിൽ ഭായി വന്നു. ഫ്രാങ്കിൽ ഭായി മൈക്കിൾ മാമൻ ഇവിടെ കിടക്കട്ടെ. എടാ അതന്നെ ഇക്കും അറിയാത്ത മൈക്കിളിന് എന്താ പറ്റിയത്. ഫ്രാങ്കിൽ ഭായി മൈക്കിൾ മാമ മരിച്ചു എന്നാ തോന്നുന്നത്. എന്ത് മൈക്കിൾ മരിച്ചുന്നോ? അപ്പൊ നീ വെറുതെ കള്ളം പറയരുതോ. അല്ല ഫ്രാങ്കിൽ ഭായി ഞാൻ പട്ടി ചാൻസ് വരച്ച് നോക്കിയതാ. അപ്പൊ എങ്ങനെ ഇവിടെ ആരെ കൊന്നത് പനെ അറിയില്ല ഫ്രാങ്കിൽ ഭായി. നമ്മളെ മൈക്കിളിനെ കൊന്ന അവിടെ എന്തായാലും പിടിച്ചിരിക്കും ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ വല്ല തെളിവ് എന്തെങ്കിലും വെക്കണമെന്ന് നോക്കാം ഗൈസ്. അതിന് മുമ്പ് നമുക്ക് വേറെ എവിടേക്കെങ്കിലും മാറ്റിയേക്കാം ഗൈസ്. എൻ്റെ ബോഡി നമ്മളെ മൈക്കിളിൻ്റെ ബോഡി. അപ്പം എന്തായാലും നമുക്ക് മാറ്റിയേക്കാം. ഓക്കെ നമ്മളെ മൈക്കിളിൻ്റെ ബോഡി നമ്മൾ നേരെ നമ്മളെ മുകൾക്ക് മാറ്റിയിട്ടുണ്ട്. അത് ചോപ്പേ ഇതുപോലെ തെളിവ് ഇവിടെ കാണുന്നുണ്ടോ? ഇല്ല ഫ്രാങ്കിൽ ഭായി ഞാൻ ഒന്നും കണ്ടിട്ടില്ല അതിലേറ്റും. ഓക്കെ നമുക്ക് എന്തായാലും ഇവിടെ എന്തെങ്കിലും ഒന്ന് തപ്പി നോക്കാം. എന്തായാലും നമുക്ക് കിട്ടുവയ്ക്കാരം ഗൈസ്. എന്തായാലും നമുക്ക് എന്തെങ്കിലും തപ്പി നോക്കാം. ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും ഗൈസ്. വല്ല പിടിയോലി നടക്കുന്ന എന്തെങ്കിലും സാധ്യത ഉണ്ടാവും ഗൈസ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഓക്കെ നമ്മൾ ഈ ബെഡിൻ്റെ അടിയിൽ എന്തായാലും നമുക്ക് എന്താ മൊബൈൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് എടുത്തു നോക്കാം മൊബൈലൊന്ന്. ഓക്കെ ഗൈസ് ഇത് നമ്മളെ മൈക്കിളിൻ്റെ മൊബൈലാണ് ഗൈസ്. നമുക്ക് എന്തായാലും ഇവൻ്റെ വാട്സപ്പൊക്കെ ഒന്ന് എടുത്തു നോക്കിയൊക്കെ വല്ല ഇവനെ എന്തെങ്കിലും പീഡിപ്പിച്ചിരിക്കുകയും കാര്യങ്ങളും ആക്കിയിരിക്കുകയാണ്. എന്തായാലും നമുക്ക് എന്തായാലും വാട്സപ്പൊക്കെ ഒന്ന് എടുത്തു നോക്കി നോക്കട്ടെ. ഓക്കെ നമ്മളെ വാട്സപ്പ് എടുക്കട്ടെ. എന്താ വാട്സപ്പ് എടുക്കുക. ഓക്കെ വാട്സപ്പും കാര്യങ്ങളൊക്കെ നോക്കി നമ്മളെ മൈക്കിളിന് എന്തോ കടബാളിൻ്റെ എന്തോ ഇല്ല തോന്നുന്നത്. അതുകൊണ്ടാണ് മൈക്കിൾ സൂസൈഡ് ചെയ്തിരിക്കാൻ നമുക്ക് അറിയുകയും ചെയ്യില്ല. ഒക്കെ തോന്നുന്നു എല്ലാവരും എന്തെങ്കിലും മർദ്ദതയിക്കാനാണ് എനിക്ക് സാധ്യത ഗൈസ്. എന്തായാലും നമുക്ക് ഇതിനെപ്പറ്റി ഒന്ന് കേസ് ചെയ്ത് നോക്കാം. നമുക്ക് കേസ് അന്വേഷണം നടത്തി നോക്കാം ഗൈസ്. എന്തായാലും കേസ് അന്വേഷിച്ച് നോക്കട്ടെ. ഞാൻ എന്തായാലും പോട്ടെ. എന്തൊരു സ്മെല്ലടിക്കുന്നുണ്ടല്ലോ. എവിടുന്ന സ്മെല്ല്? അവിടുന്ന് സ്മെല്ലടിച്ചണേ. എന്തായാലും പോയോക്കെ. ഇതെന്താ സാധനം? ഫ്രാങ്കിൽ ഭായ് ഇങ്ങോട്ട് വാ. ചോപ്പല്ലേ വിളിക്കണം. എന്തായാലും പോയോക്കെ. ചോപ്പ എന്താ പ്രശ്നം? ഫ്രാങ്കിൽ ഭായ് ഇത് നോക്ക്. എന്താണ്? ഫ്രാങ്കിൽ ഭായ് പറഞ്ഞത് ശരിയാണ് തോന്നുന്നു. ഇവിടെ എന്തോ പിരിവലി നടന്നിട്ടുണ്ട് ഫ്രാങ്കിൽ ഭായ്. ഞാൻ പറഞ്ഞു ഇവിടെ എന്തോ പിരിവലി നടത്തുന്നതാ. ഫ്രാങ്കിൽ ഭായ് ഇത് ആർജ് കീറിപ്പോയ ഡ്രസ്സാണ്. ഇത് ആർജ് ഡ്രസ്സാണതാ അറിയില്ല ഫ്രാങ്കിൽ ഭായ്. ചോപ്പ എനിക്ക് സ്മെല്ല് ചെയ്യാൻ കഴിവില്ലടാ. ഫ്രാങ്കിൽ ഭായ് ഉണ്ട്. എന്നുവെച്ചാൽ ഡ്രസ്സ് സ്മെല്ല് ചെയ്തിങ്ങാണ്ട് ആദ്യമൊന്ന് കണ്ടുപിടിച്ചിങ്ങാണ്ട് അയാളുടെ വീട്ടിൽ പോരാ. ഓക്കെ ഫ്രാങ്കിൽ ഭായ് എന്തായാലും ഒന്ന് സ്മെല്ല് ചെയ്തോക്കട്ടെ. ഫ്രാങ്കിൽ ഭായ് സ്മെല്ല് ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് പോയാലോ. പെട്ടെന്ന് പോയാൽ നമുക്ക് എന്തായാലും നമ്മളെ കാറെടുത്ത് പോവാം. ഓക്കെ ഫ്രാങ്കിൽ ഭായ്. ഓക്കെ ഗൈസ് നമ്മളെ ചോപ്പ് മണം പിടിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ട്രവറിൻ്റെ വീടാണ് ഗൈസ്. എന്തായാലും ഇറങ്ങി നോക്കണം. ചോപ്പ് ഇവിടെ തന്നെ സ്മെല്ല്. ഫ്രാങ്കിൽ ഭായ് ഇവിടെ തന്നെ സ്മെല്ല് വാളെ നമുക്ക് എന്തായാലും പോയോക്കെ നോക്കാം. ഓക്കെ ഫ്രാങ്കിൽ ഭായ് ചോപ്പ ഉള്ളിലേക്ക് കയറിക്കടാ. അവിടെ അവൻ നിൽക്കുന്നുണ്ടാവും. ചോപ്പ് ഇതെന്താ? ഫ്രാങ്കിൽ ഭായ് നമ്മളെ ട്രവൺ മാമനെ കൊന്നല്ലോ.
ഇവര് ആരുടെ നമ്മളെ പ്രവീണി മൈക്കിലൊക്കെ കൊല്ലുന്നത്? ഈ കേസ് കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ട് ചോപ്പേ നമ്മൾ എന്ത് ചെയ്യുന്നീ അറിയില്ല ഫ്രാങ്ക്ലിൻ ഭായ്. ഓക്കെ നമുക്ക് എന്തായാലും ത്രവറിൻ്റെ ബോഡി മാറ്റി വെക്കാം. കഴിയുന്നത് ഇവിടെ വല്ല തെളിവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി നോക്കാം ഗൈസ്. ത്രവറിൻ്റെ ബോഡി നമ്മൾ മുകളിലേക്കാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നമ്മളെ ഇവിടെ വല്ല തെളിവ് കിട്ടുന്നുണ്ടോ നോക്കി നോക്കട്ടെ ഗൈസ്. ഇവിടെ നോക്കി എവിടെയെങ്കിലും തെളിവുകൾ ഉണ്ടായാൽ മതിയായിരുന്നു. എന്തെങ്കിലും പുന്ത് തെളിവുകളൊക്കെ കിട്ടിയേക്കാരോ. ഓക്കെ നമ്മളെ ത്രവറിൻ്റെ മൊബൈൽ എടുത്ത് എന്തായാലും ഇതിലെന്തെങ്കിലും ഉണ്ടോ നോക്കി നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമുക്ക് വാട്സപ്പ് എടുത്ത് നോക്കി നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ് എന്തൊക്കെ എഴുതിയിരിക്കണം നമുക്ക്. ഇത് മൈക്കിളിൻ്റെ കൊടുത്ത മെസ്സേജാണ് ഗൈസ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. നമ്മളെ ത്രവറിൻ്റെ മൊബൈൽ നോക്കിയപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഗൈസ്. നമ്മളെ മൈക്കിളും ത്രവറും നമ്മൾ വീട്ടിൽ കണ്ടിക്കും. രണ്ടാളും നമ്മളെ വീട്ടിൽ കണ്ടിക്കണം. ഓക്കെ അപ്പോൾ ആരാണ് കില്ലർ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അത് എന്തായാലും ഞാൻ പോണ വൈക്ക് പറയാം. ചോപ്പേ വേറെ നമുക്ക് ഇനി പോവാം. നമുക്ക് ആളെ കെട്ടിയിട്ടുണ്ട്. ആരാണ് ഫ്രാങ്ക്ലിൻ ഭായ്? ഓക്കെ ഞാൻ പറയാം പെട്ടെന്ന് വാ. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ്. ഓക്കെ ഗൈസ് എന്തായാലും നമുക്ക് നമ്മളെ ആൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോവാം ഗൈസ്. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ് ഇപ്പോഴെങ്കിലും ഒന്ന് പറ ആരാണ് കില്ലർ? ചോപ്പേ അത് വേറെ ആരുമല്ലടാ, നമ്മളെ ബെന്നാണ്. ബെന്നോ? അതാരാ ഫ്രാങ്ക്ലിൻ ഭായ്? അതെനിക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം. നമുക്കെന്തായാലും ഓൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകണം. ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ത്രവറിൻ്റെ മൊബൈലിൽ എന്താണ് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവൻ്റെ ലൊക്കേഷൻ്റെ സ്ഥലത്തേക്ക് നേരെ പോകണം. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ് അവനെ പെട്ടെന്ന് പോയി പിടിച്ചണം. ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് നമുക്ക് അവൻ്റെ സ്ഥലം അവൻ്റെ ലൊക്കേഷൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് നേരെ പോവാം ഗൈസ്. ഗൈസ് നമ്മളുടെ ബെന്നിനെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ ബെൻ ഗൈസ്. ചോപ്പ ഞാൻ നിൽക്കാത്ത ഫ്രാങ്ക്ലിൻ ഭായ് എനിക്ക് അവനെ കടിച്ചു തുടങ്ങണം. ഞാൻ ഇറങ്ങ് വാ. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ് തന്നെ നീ സത്യം പറഞ്ഞു. നീ അല്ല ത്രവറിനെയും മൈക്കിളിനെയും കൊന്നത്? ത്രവറിനെയും മൈക്കിളോ? അവിടെ ഞാനൊന്നുമില്ലടോ. അവിടെ സത്യം പറഞ്ഞു ജി ഒല്ലൂടോ. ഫ്രാങ്ക്ലിൻ ഭായ് ഞാൻ അവനെ കടിച്ചു കളയാൻ പോവാ. വേണ്ടടാ ഒതുങ്ങിക്ക് ജാതി. അവിടെ ഇജ്ജും മനസ്സിലാക്കും ഞാനല്ലോ കൊന്നത്. നിന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിട്ടാ. സത്യം പറഞ്ഞോടാ. ഇജ്ജലടാ മൈക്കിളിനെ കൊന്നത്, മൈക്കിളിൻ്റെ ത്രവറിനെയും കൊന്നത്. അവിടെ വെടിക്കളി ഞാൻ പറയാം, സത്യം പറയാം. എന്നാ പറ. മൈക്കിളിനും ത്രവറിനെയും കൊന്നത് ഞാൻ തന്നെയാണ്. എന്തിനാ കൊന്നത്? എന്തിനാ കൊന്നത് വെച്ചാൽ ആ മൈക്കിളിൻ്റെ കയ്യിൽ കുറച്ച് ക്യാഷ് കടം വാങ്ങിയിരുന്നു. അത് അവനക്ക് കൊടുക്കാനുണ്ട്. ആജി പെട്ടെന്ന് പറ. അവിടെ മൈക്കിളിക്ക് കുറച്ച് ക്യാഷ് തരാനുണ്ടായിരുന്നു. അതിന് ഞാൻ അവനെ കൊന്നതാണ്. എന്തിനാ അതിനൊക്കെ കൊല്ലാൻ നിൽക്കണ ആദ്യം അത് പറയ്. നീ പെട്ടെന്ന് പറ. മൈക്കിൾക്ക് കുറേ ക്യാഷ് തരാനുണ്ടായിരുന്നു. അവൻ കുറേ വർഷങ്ങളായിട്ട് ഇതുവരെ ആ ക്യാഷ് തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ കൊന്നു. അതിനെന്തിനാ നീ ത്രവറിനെ കൊന്നത്? അവനെ ഞാൻ കൊല്ലുന്നത് ആ ത്രവർ കണ്ടു. അതുകൊണ്ട് പിന്നെ ഞാൻ അവനെയും കൊന്നു. ഓ അപ്പോൾ അതല്ലേ നടന്നത്? ചോപ്പേ എന്നാ തുടങ്ങിക്കോ. ഓക്കെ ഫ്രാങ്ക്ലിൻ ഭായ്. പിടിച്ചോടാ. അത് ചോപ്പേ മതി അവൻ ചത്തു. ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ എത്ര ബൈ.